രംഗച്ചേട്ടൻ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കും. അമ്പാൻ തുറസി. ബ്ലോഗർ വിക്കി തഗ് അറസ്റ്റിൽ. ആയുധം കൈവശം വെച്ച കേസിലാണ് വിക്കി തഗ് പിടിയിലായിരിക്കുന്നത്. ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റുമോ? പിന്നെന്താ? പാലക്കാട് ചന്ദ്രനഗറിൽ എക്സൈസ് സംഘത്തിന്റെ പരിശോധനയിലാണ് കാറിൽ നിന്ന് 20 ഗ്രാം മെത്താഫിറ്റമിനും കത്തി, തോക്ക് എന്നിവയുമായി വിക്കിയും കൂട്ടുകാരനെയും അറസ്റ്റ് ചെയ്തത്. കണ്ടാൽ എത്ര യോഗ്യൻ. ലഹരിക്കടത്ത് കേസിൽ ഇരുവർക്കും ജാമ്യം കിട്ടി. ആയുധം കൈവശം വെച്ചതിന് കസബ പോലീസ് എടുത്ത കേസിൽ പ്രതികൾ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ നൽകിയെങ്കിലും ജാമ്യം നിരസിച്ചിരുന്നു. എന്റെ സുഹൃത്താണ്. ഇവനെ ആദ്യം പിടിച്ച് പുറത്താക്കി. ഇവനെ കണ്ടപ്പോഴേ എനിക്ക് അലർജി അറിയാതെ പടച്ചോനെ കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നുന്നു. അത് സന്ധ്യയാവാൻ പോകുന്നോണ്ട് തോന്നായിരിക്കും. ഇതോടെ പ്രതികൾ പല സ്ഥലങ്ങളിലായി ഒളിവിൽ പോവുകയായിരുന്നു. ഇല്ലടാ, ഞാൻ ഏറി പോന്ന നോക്കുമായിരുന്നു. പോയിട്ട് പോന്നെ. ഡാഷ്ബോർഡിൽ നിന്ന് ആയുധങ്ങളും ഗിയർ ലിവറിന് താഴെ നിന്ന് ലഹരിമരുന്നുമായിരുന്നു കണ്ടെത്തിയത്. സമൂഹ മാധ്യമങ്ങളിൽ താരമായതിന് പിന്നാലെ നിരവധി ഉദ്ഘാടന പരിപാടികളിൽ സ്ഥിരം സാന്നിധ്യമായിരുന്നു ഇയാൾ. ലഹരിയില്ലാതെ ഒരു ദിവസം പോലും ജീവിക്കാനാവില്ലെന്ന് ഇയാൾ പല വേദികളിലും പറഞ്ഞിരുന്നു. എടാ, എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചോ. ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ. കേസുമായി ബന്ധപ്പെട്ട് കസബ പോലീസിന് ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതിനാൽ കോടതിയിൽ ഹാജരാവുകയാണെന്നും വിക്കി തഗ് വീഡിയോയിൽ പറയുന്നു. ചിലപ്പോൾ തന്നെ വീണ്ടും റിമാൻഡ് ചെയ്യും. വീണ്ടും എത്രയും പ്രിയപ്പെട്ട മലമ്പുഴ ജയിലിലേക്ക് തനിക്ക് പോകേണ്ടി വരും. വരൂ, നമുക്കൊന്ന് സ്റ്റേഷൻ വരും. തനിക്ക് റിയൽ ലൈഫായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും സഞ്ജു ടെക്കിയോട് ചെയ്ത പോലെയൊന്നും ചെയ്യരുതെന്നും ഇത് മാസ് കാണിക്കുന്നതല്ലെന്നും വിക്കി തഗ് വീഡിയോയിൽ പറയുന്നുണ്ട്. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ഇനി നീ എങ്ങാനും ഞാനോ എങ്കിലും പെട്ടെന്ന് തിരിച്ചു വരാൻ പ്രാർത്ഥിക്കണമെന്ന് വിക്കി തഗ് വീഡിയോയിൽ പറയുന്നു. ഇടം വലം നോക്കാതെ ചെയ്തിരിക്കും. If you take drugs, it will kill your life. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? ഞാൻ എന്റെ നാട്ടിലാണ്. ആക്ച്വലി ഞാൻ 10th വരെ പഠിച്ച സ്കൂളിന്റെ ഫ്രണ്ടിലൂടെ പോയപ്പോൾ കുട്ടികൾ നിരന്ന് നിൽക്കുന്നുണ്ട്. എനിക്ക് 12th അഡ്മിഷൻ തരാത്ത സ്കൂൾ ആയതുകൊണ്ട് അധ്യാപകരെയൊക്കെ ഒന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ചു. ടീച്ചേഴ്സിനോടും അതിനകത്തൊരു ആക്കലുണ്ടല്ലോ. അയ്യോ, അത് വെറും തോന്നല. പഴയ കണ്ണു വെച്ച് എന്നെ കാണരുത്. സ്റ്റുഡൻസിനോടും നമുക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. കാരണം വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്. നീ എന്താ ഞെട്ടാത്തെ? ഞാൻ ഒരു പ്രാവശ്യം ഞെട്ടിയതാ. എപ്പോഴെപ്പോഴും ഞെട്ടാ എനിക്ക് വട്ടൊന്നുമില്ല.